ഓഫീസർ ഫിലിമിന്റെ നല്ല റിവ്യൂസ് കണ്ടിട്ടാട്ടൊന്ന് നമ്മൾ പടത്തിന് പോണത്. ഒട്ടും തന്നെ പ്ലാൻഡ് അല്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിന്റെ മുകളിലാണ് നമ്മളിന്ന് വേഗം പുറപ്പെട്ടു പോണത് കേട്ടോ. ഞാൻ ഈ ഇട്ടിരിക്കുന്ന ടോപ്പ് സ്റ്റൈൽസ് 11189 എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് തന്നിട്ടുള്ളതാട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കമന്റ് ബോക്സിലും വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ കൊടുക്കാട്ടോ. അങ്ങനെ നമ്മൾ വാതിലൊക്കെ പൂട്ടി ഇതേ ബൈക്കുമ്പോൾ കയറി നമ്മൾ പോവുകയാണ്. അപ്പൊ കൂറ്റനാട്ടേക്കാട്ടോ പോണത്. കണിച്ചിറക്കൽ എന്ന് തോന്നുന്നു കേട്ടോ ആ മാളിന്റെ പേര്. അവിടേക്കാണ് പോണത്. നമ്മൾ കൂടുതലും പട്ടാമ്പിക്കല്ല പോവാറ്. പക്ഷെ നമുക്ക് ഇപ്രാവശ്യം ആറേകാലിന്റെ ഷോ കൂറ്റനാടാട്ടോ കിട്ടിയത്. അപ്പൊ നമ്മൾ നേരെ കൂറ്റനാട്ടേക്കാട്ടോ വണ്ടി പോയത്. ഇവിടെ പോയപ്പോൾ നമുക്ക് കുറെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടു കേട്ടോ. നമ്മൾ കയറിനേക്കാൾ മുന്നേയും കുറച്ച് പേരെ കണ്ടു. അതുപോലെ തന്നെ സിനിമ കണ്ട് ഇറങ്ങുമ്പോഴും കണ്ടു കേട്ടോ. ഇവിടുന്ന് ഇതേ പിന്നെ നമ്മൾ തേജപ്പിന് വേണ്ടി കുറച്ച് സ്നാക്സ് കിട്ടോ. നമ്മൾ ഇപ്രാവശ്യം ലേസും കാര്യങ്ങളൊന്നും വാങ്ങിയില്ല. പോപ്കോൺ ആയിരുന്നു വാങ്ങിയത്. വെള്ളം വാങ്ങി നേരെ സിനിമയ്ക്ക് കയറിട്ടോ. ഞാൻ കുറച്ച് ത്രില്ലിംഗ് ആയിട്ടാണ് ഇരിക്കണത്. കാരണം ഞാൻ ഇതിന്റെ ഒരുപാട് റിവ്യൂ വീഡിയോസ് കണ്ടു, കമന്റ് ഒക്കെ വായിച്ചു. എനിക്ക് എന്തോ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് തോന്നിട്ടോ. പിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സത്യം പറഞ്ഞ ഇതിനും ഭേദം എനിക്ക് വല്ല ഹൊറർ ഫിലിം കാണണതാണെന്ന് നല്ലത് തോന്നിട്ടോ. ഇന്റർവെൽ ടൈം ആയപ്പോൾ നമ്മൾ ഇതേ വേറെ ഒന്നും വാങ്ങിയില്ല, ഐസ്ക്രീം ഒന്നും വാങ്ങിയില്ല കേട്ടോ. വെറുതെ കിളി പോയ പോലെയായിരുന്നു ഞാനും വിൻഷാട്ടിനും ഇരുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ ചുറ്റിലും കേൾക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ ഡയറക്റ്റ് കണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ഉള്ളിൽ നന്നായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. ഇനി എന്താണ് തലമുറ, എന്താണ് ഇനി നമ്മുടെ മക്കൾ വളരുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ ചിന്തിച്ച് കുറേ നേരം ഞങ്ങൾ രണ്ടാളും ടെൻഷൻ അടിച്ചിരുന്നു. കുറേ നേരം ഇതിനെക്കുറിച്ച് സംസാരിച്ചു കേട്ടോ. എന്തായാലും കാണേണ്ട ഒരു സിനിമ തന്നെയാണ് എല്ലാവരും കേട്ടോ. പോസിറ്റീവായി നോക്കുക വെച്ചാൽ നല്ലൊരു മെസ്സേജ് നമുക്ക് തരുന്നുണ്ട്. പിന്നെ നമ്മൾ ചാത്തനൂർ ഇതേ ഉണ്ണിയേട്ടന്റെ കടയിൽ കയറിയിട്ട് അവിൽ മിൽക്കും പിന്നെ പക്കുവാടിയും പറഞ്ഞു കേട്ടോ. പക്കുവാട തേജുവിനായിരുന്നു, അവിൽ മിൽക്ക് ഞാനോട്ടെ കുടിച്ചത്. അവൻ അവിൽ മിൽക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവൻ്റെ ഇതേ കുറച്ച് മിഠായും വെള്ളം വാങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ടൗട്ടുബാദല്ല ടെറഫിലേക്കായിട്ട്. അവിടെ വിൻഷാട്ടിന് ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നു കേട്ടോ, 1 മണിക്കൂർ. അപ്പൊ നമ്മൾ അങ്ങോട്ട് ആദ്യം പോയി. അവിടെ ഇതേ ജിഷ്ണുനായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ വിൻഷാട്ടിന്റെ നാട്ടിലെ ഫ്രണ്ട്സും ഓഫീസിലെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിൻഷാട്ടിന്റെ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ തേജപ്പുള്ളതുകൊണ്ടോ തോന്നുന്നു ധ്യാനൂട്ടനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവര് രണ്ടാളെ നോക്കേണ്ട ഡ്യൂട്ടി എനിക്കായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ടെറഫിലേക്ക് വരാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സിനിമ കഴിഞ്ഞിട്ട് എന്നെ വീട്ടിലേക്കാക്കി തരാന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. പക്ഷെ എനിക്ക് നമ്മുടെ സിനിമ കണ്ടപ്പോൾ പേടി കയറിയിട്ടാട്ടോ ഞാൻ പിന്നാലെ പോയത്. എനിക്ക് പേടിയൊക്കെ ഒന്ന് മാറിയതായിരുന്നു. പക്ഷെ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവും. ഉള്ളിൽ ഭയങ്കര ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോകണില്ല, ഞാൻ വിൻഷാട്ടിൻ്റെ കൂടെ വരിക എന്ന് പറഞ്ഞിട്ട് പിന്നാലെ പോയതാട്ടോ ഞങ്ങൾ ടെറഫിലേക്ക്. അപ്പോൾ അവിടെ പോയപ്പോൾ തേജുവിന് ഒരു ബോൾ കിട്ടി. ഇവർ രണ്ടാളും ഇത് അവിടെ നല്ല കളിയായിരുന്നു കേട്ടോ. കുറച്ച് നേരം പിന്നെ എൻ്റെ അടുത്ത് റെസ്റ്റ് എടുക്കാൻ വന്നിരുന്നതാണ്. പിന്നെ ഇവർ കളി മാറ്റി പിടിച്ചിട്ടോ. പിന്നെ കുറേ നേരം ഒളിച്ച് കളിച്ചു. അധികം നേരമൊന്നുമില്ല കേട്ടോ, 1 മണിക്കൂറിന്റെ കളിയാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും വേഗം നേരം പോയിണ്ടായിരുന്നു. പിന്നെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകട്ടെ. എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് ഒക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.